നമസ്കാരം. മുംബൈയിൽ 2 +2 വിദ്യാർത്ഥിനികൾ പെട്ടു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ പലരും ഞെട്ടിപ്പോയി. കാരണം മുംബൈ പലതരത്തിലുമുള്ള അധോലോകമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതായത് മുംബൈ എന്ന് പറഞ്ഞാൽ വലിയൊരു അധോലോക കേന്ദ്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പെൺകുട്ടികളെയും സ്ത്രീകളെയും ഉപയോഗിച്ച് ലൈംഗിക കച്ചവടവും അവയവ മാഫിയകളും മത തീവ്രവാദികളടക്കം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് മുംബൈ. പോലീസിന് പോലും നേരെ രീതിയിൽ കയറി ചെല്ലാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ മുംബൈയിലുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളും ഹോട്ടലുകളിലും അടക്കം ഏത് രീതിയിലും പല രീതിയിലുമുള്ള റാക്കറ്റുകൾ വിലസുന്നുണ്ട്. അതിലൊന്നും അറിയാത്ത പെൺകുട്ടികൾ പെട്ടാൽ പിന്നെ തിരിച്ചു വരവ് പ്രയാസമാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ പെൺകുട്ടികളെ കണ്ടെത്തി എന്നതാണ് ആശ്വാസ വാർത്ത. ഏതായാലും ആശങ്കയുടെ 36 മണിക്കൂറുകൾക്കൊടുവിൽ ആശ്വാസ വാർത്ത ഇങ്ങ് കേരളത്തിലും തേടിയെത്തി. മലപ്പുറം താനൂരിൽ നിന്ന് ബുധനാഴ്ച കാണാതായ 2 +2 വിദ്യാർത്ഥിനികളെയും മുംബൈ ലോണോവാലയിൽ നിന്ന് കണ്ടെത്തിയതിന്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കളും പോലീസും. കുട്ടികൾ പൂർണ്ണ സുരക്ഷിതരാണ്. നിലവിൽ കെയർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. താനൂരിൽ നിന്നും കാണാതായ 2 +1 വിദ്യാർത്ഥിനികളെ മുംബൈയിൽ കണ്ടെത്തി. ഇവർ മുംബൈയിൽ എത്തിയതായി വിവരം കിട്ടിയപ്പോൾ മുതൽ തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. മുംബൈയിൽ നിന്നുള്ള ട്രെയിൻ യാത്രക്കിടെ ലോണോവാലയിലാണ് ഇവരെ കണ്ടെത്തുന്നത്. മുംബൈ CSTയിൽ നിന്നും ചെന്നൈ എഗ്മോർ ട്രെയിനിലാണ് ഇവരുടെ യാത്ര. റെയിൽവേ പോലീസാണ് കുട്ടികളെ കണ്ടെത്തിയത്. രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്നും മുംബൈയിലേക്ക് വിമാനം കയറിയ താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം 8 മണിയോടെ മുംബൈയിലേക്ക് എത്തും. തുടർന്ന് പൂനെയിലേക്ക് യാത്ര തിരിക്കും. അവിടെ വെച്ച് RPF ഇവരെ പോലീസിന് കൈമാറും. കുട്ടികളുടെ മാനസികാരോഗ്യം പരിഗണിച്ച് അവർക്ക് കൗൺസിലിംഗ് നൽകും. തിരിച്ചു വന്നാലുള്ള അവസ്ഥ ഓർത്തുള്ള പേടി അവർ പോലീസുമായി പങ്കുവച്ചിരുന്നു. സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടികളെ പരിചയപ്പെട്ട എടവണ്ണം സ്വദേശി റഹീം അസ്ലമിനെ പോലീസ് കണ്ടെത്തിയതും പിന്തുടർന്നതുമാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ നിന്നും നിർണായകമായത്. ഇവരുടെ 2 പേരുടെയും ഫോണിലേക്ക് അവസാനമായി വിളിച്ചത് റഹീമാണ്. ഇയാളുടെ വീട്ടിലെത്തി പോലീസ് വിവരങ്ങൾ അന്വേഷിച്ചു. 2 പേരെയും പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ വഴിയാണെന്നും യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്നും ഇരുവരും തന്നോട് പറഞ്ഞുവെന്നും റഹീം അറിയിച്ചു. കോഴിക്കോട് നിന്ന് ഇവർക്കൊപ്പം ചേർന്ന റഹീം മുംബൈയിലേക്കാണ് കൂടെ പോയത്. അവിടെ നിന്ന് 2 പേരെയും പൻവേലിയിൽ മലയാളി യുവതി നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ എത്തിച്ചുവെന്നും റഹീം പോലീസിനോട് പറഞ്ഞു. പോലീസിന്റെ അന്വേഷണ പരിധിയിൽ തന്നെ റഹീം അസ്ലാം ഉണ്ടായത് പെൺകുട്ടികളിലേക്ക് എത്തുന്നത് വേഗത്തിലാക്കി. മുംബൈയിൽ വലിയ രീതിയിൽ മതപരിവർത്തനം, ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളടക്കം നടക്കുന്നുണ്ട്. കൂടാതെ റഹീം അസ്ലാമിന്റെ പ്രവർത്തനം തന്നെ തീവ്ര മത പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ തീവ്രവാദത്തെ ഏൽപ്പിക്കാൻ, അതായത് ISI പോലുള്ള തീവ്രവാദയിൽ ഏൽപ്പിക്കാനായിട്ടുള്ള ഒരു സ്ലീപ്പർ സെൽ ഏജന്റ് ആണോ റഹീം എന്നടക്കമാണ് ഇപ്പോൾ സംശയം ഉള്ളത്. കാരണം ഇവരുടെ ഈ മുസ്ലിംസിന്റെയൊക്കെ ഈ ലവ് ജിഹാദ് പോലെ അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാവരുമല്ല, ഈ ISI അതുപോലത്തെയുള്ള തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവർ ഈ കൂടുതലായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെ ഉണ്ട്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തീവ്രവാദത്തിൽ അതിൽ പ്രണയം നടിച്ച് തീവ്രവാദത്തിലേക്ക് കൊണ്ട് എത്തിച്ച് സിറിയയിലേക്ക് അകപ്പെട്ട് ഒരു യുവതി ഇപ്പോഴും അവിടെ ജയിലിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവരുടെ രീതി എന്ന് വെച്ചാൽ ഈ ലവ് ജിഹാദിന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ പ്രണയം നടിച്ച് മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ റാഞ്ചി അവരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓരോ തലയ്ക്കും ഇത്ര ലക്ഷം രൂപ വീതം ഇവർക്ക് ഈ ഏജന്റുമാർക്ക് കിട്ടും. അങ്ങനെയാണ് ഈ മുസ്ലിമുകാർ തീവ്രവാദികളുടെ അവരുടെ ഈ വലിപ്പം, ആളുകളുടെ എണ്ണം ഇവർ കൂട്ടുന്നത്. അങ്ങനെ മനുഷ്യകടത്ത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. മനുഷ്യരെ സപ്ലൈ ചെയ്യുന്ന ഏജന്റ് ആണോ റഹീം എന്നടക്കമാണ് ഇപ്പോൾ സംശയം. മുംബൈയിൽ നടക്കുന്ന മതപരിവർത്തനവും ലവ് ജിഹാദും ഒക്കെ തടയാനാണ് ദേവേന്ദ്ര ഫട്നാവിസ് കർശനമായ ഒരു നിയമം കൊണ്ടുവന്നത്. കേരളത്തിൽ പെൺകുട്ടികളെ എത്തിച്ചതിനു ശേഷം റഹീം അസ്ലാമിനെതിരെ വ്യക്തമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ കേരള പോലീസ് കൈമാറിയ ഫോട്ടോയിൽ നിന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത്. താനൂർ ദേവ്ധാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പരീക്ഷ എഴുതാനായി ഇറങ്ങിയ 2 പേരെയും ബുധനാഴ്ച 11 മണിയോടെയാണ് കാണാതായത്. റഹീമിനൊപ്പം കോഴിക്കോട് നിന്നും ബുധനാഴ്ച ഉച്ചയ്ക്ക് ഇവർ പൻവേലിയിലേക്ക് പോയതായാണ് പോലീസിന് ലഭിച്ച വിവരം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിൽ എത്തുന്നത്. മാസ്ക് ധരിച്ചിരുന്നു. സുഹൃത്തിന്റെ വിവാഹത്തിനായാണ് മുംബൈയിൽ എത്തിയത് എന്നാണ് പെൺകുട്ടികൾ ബ്യൂട്ടി പാർലർ ഉടമയോട് പറഞ്ഞത്. സുഹൃത്ത് കൂട്ടാൻ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇയാൾ വരുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടികൾ പാർലറിൽ നിന്നും പോവുകയായിരുന്നു. കുട്ടികൾ പാർലറിൽ എത്തിയ വിവരം മഹാരാഷ്ട്ര പോലീസിനും മലയാളി സമാജത്തിനും കേരള പോലീസ് കൈമാറിയിരുന്നു. പോലീസും സമാജം പ്രവർത്തകരും എത്തിയപ്പോഴേക്കും പെൺകുട്ടികൾ രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ കയറിയത്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ്
ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.